Hey guys, welcome to my YouTube channel. എല്ലാവരും ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് എന്തെങ്കിലും പരിപാടിയായിട്ട് സെറ്റ് ആയിരിക്കുമല്ലേ. അങ്ങനെ ഞാൻ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് വെറുതെ ഇരുന്നപ്പോൾ ഡൂഡിൽ ആർട്ട് ചെയ്തു. അങ്ങനെ അത് വരച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അപ്പോൾ അത് കളർ ചെയ്യുന്ന വീഡിയോ ആണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ കളർ ചെയ്യുന്നതിനെ പറ്റി നമുക്ക് ഈ ലോങ് വീഡിയോയിൽ എന്താ പറയാനുള്ളത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം വരും. ഞാൻ കളറിനെ പറ്റി ഒരുപാടൊന്നും പറയുന്നില്ല ഗൈസ്. ഇപ്പം ഡൂഡിൽ ആർട്ടിനെ പറ്റി ജസ്റ്റ് സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് കരുതി. ഡൂഡിൽ ആർട്ട് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഡ്രോയിങ് സ്റ്റൈലാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ ഡൂഡിൽ ആർട്ടിന് പെർഫെക്ഷൻ വേണ്ട. നമ്മളൊരു പടം വരയ്ക്കുന്നതോ അല്ലെങ്കിൽ ഒരു സാധനം എക്സാക്റ്റ് കോപ്പി അടിക്കുന്ന പോലെ അങ്ങനെ നമുക്കൊരു കറക്റ്റ് ഇതേപോലെ വരണം, ഇന്ന രീതിയിൽ തന്നെ വരണം എന്നൊരു സാധനം ഇതിനില്ല. ഇതിൻ്റെ ഇംപെർഫെക്ഷൻ തന്നെയാണ് ഇതിൻ്റെ പെർഫെക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ വെറുതെ വരയ്ക്കുന്നതിനാണ് ഡൂഡിൽ ആർട്ട് എന്ന് പറയുന്നത്. ഇത് ആൾക്കാർക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, ആൾക്കാർക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഡൂഡിൽ ആർട്ട് കണ്ടിരിക്കുമ്പോൾ മനസ്സിനൊരു കാം ഫീൽ വരും, അല്ലെങ്കിൽ വരയ്ക്കുമ്പോൾ ഒരു കാം ഫീൽ വരും. വരയ്ക്കുമ്പോൾ സ്ട്രെസ്സ് കുറയുന്ന പോലെ നമുക്ക് തോന്നും. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഫീലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ ഡൂഡിൽ ആർട്ട് എനിക്ക് വെളിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നൊരു ബ്രേക്കാണ്. ഡൂഡിൽ ആർട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഫുൾ ഫോക്കസും ഡൂഡിൽ ആർട്ടിലായിരിക്കും. അത് പെർഫെക്റ്റ് ആക്കാനുള്ള ഫോക്കസ് അല്ല, ഞാൻ ചെയ്യുന്നൊരു കാര്യത്തിന് ഞാൻ ഹാപ്പി ആവുന്ന രീതിയിൽ അത് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ പെർഫെക്ഷൻ ആക്കുക എന്നുള്ളതല്ല ഞാൻ നോക്കുന്നത്. പിന്നെ ഓവർ തിങ്കിങ് ഒക്കെ ചെയ്യുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഡൂഡിൽ ആർട്ട് നിങ്ങളെ അതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ ഡൂഡിൽ വരയ്ക്കുന്നതിന് മുമ്പേ ഒന്നും പ്ലാൻ ചെയ്യാറില്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ബോറടിക്കുമ്പോൾ അല്ല, എനിക്ക് ഡൂഡിൽ ചെയ്യാൻ തോന്നുമ്പോൾ ഞാൻ ഡൂഡിൽ ചെയ്യും. അല്ലാതെ ഇന്ന സമയത്ത് എനിക്ക് ഡൂഡിൽ ചെയ്യണം അങ്ങനെയുള്ള പ്ലാനിങ്സ് ഒന്നുമില്ല. പിന്നെ ഡൂഡിൽ ആർട്ടിൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഡൂഡിൽ ആർട്ട് വരയ്ക്കുന്ന ഒരാൾക്കും ആർട്ടിസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. ആർട്ടിസ്റ്റ് ആകണമെന്നേ ഇല്ല. എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും, എൻജോയ് ചെയ്യാൻ പറ്റും. ഇത് എൻജോയ് ചെയ്ത് ചെയ്യുന്നവർക്കറിയാം ഇതിൻ്റെ ഒരു ഫീൽ, നമുക്ക് ഇടാവുന്നൊരു കാംനെസ് ഒക്കെ ഇത് വരയ്ക്കുന്നവർക്ക് അല്ലെങ്കിൽ ഈ ഡൂഡിൽ ആർട്ട് ചെയ്യുന്നവർക്കറിയാം. ഞാനിപ്പോൾ ചെയ്യുന്നത് ശരിക്കും ഡൂഡിൽ ആർട്ട് എന്ന് മൊത്തത്തിൽ പറയാൻ പറ്റത്തില്ല. ഡൂഡിൽ ആർട്ട് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ എവിടെയെങ്കിലും ഇപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് സാധനം കുത്തി കുറിക്കാൻ തോന്നും, അതാണ് മെയിൻ ഈ സാധനം. പക്ഷെ എനിക്ക് അത്രയ്ക്കുള്ളൊരു ഇത് വന്നിട്ടില്ല ഇതുവരെ, എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, എനിക്ക് എന്തെങ്കിലും കണ്ട് ചെയ്യാനാണ് ഇഷ്ടം. പെർഫെക്ഷൻ നോക്കാറില്ല, എങ്കിലും എനിക്കത് കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ട് അങ്ങനെ ചെയ്യാൻ തോന്നും എന്നുള്ളതേ ഉള്ളൂ. ഒരു ഇൻസ്പിറേഷൻ തോന്നും. ഡൂഡിൽ ആർട്ട് മെയിൻലി ബ്ലാക്ക് പെന്നോ ബ്ലാക്ക് സ്കെച്ച്